വരുന്ന ഉടൽ ഭാഗമാണ്. ട്രങ്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഉടൽ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്, അതായത് കഴുത്തിന് താഴെയുള്ള ഭാഗവും നമ്മുടെ ഹിപ്സിന് മുകളിലുള്ള ഭാഗവും ആ ഇടയ്ക്കത്തെ ഭാഗത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. അത് ചിന്തിക്കുമ്പം മനസ്സിലേക്ക് ഒരുപാട് റേഞ്ച് ഓടി വരുന്നില്ലേ, എന്തോരം പ്രൊഡക്ട്സ് ഉണ്ട്, എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അതിനെ ഏറ്റവും ലളിതമായ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊന്നും തീരില്ല, ചിലപ്പം ഒരു മാസം എടുത്തേക്കും ഇത് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ഡിസ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒറ്റ വാക്കിൽ എന്താണ് സാധനം എന്നുള്ളത് പുതിയ ആൾക്കാർക്ക് പോലും കേട്ടാൽ മനസ്സിലാകുന്ന വിധത്തിലാണ് പറയുന്നത്. അപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മള് കേശാദിപാദത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് വന്നേക്കുന്നത്. അപ്പം അടുത്ത പാർട്ട് പറയുമ്പോൾ ഒരുപാട് സാധനം, ഇത് ഇന്നുകൊണ്ട് തീരില്ല. അത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടും, ഇത് ഇന്ന് തീരില്ല. അതായത് ഉടൽ ഭാഗം ഇന്ന് തീർക്കാനുള്ള ഒരു ചാൻസും ഇവിടെ ഇല്ല. എന്താന്ന് വെച്ചാൽ അത്രയേറെ പ്രോഡക്ട്സ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു പറ്റാത്തതിനും അപ്പുറം പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ എന്തോരം പ്രോഡക്ട്സ് ആണുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് പുറമേ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. അതായത് ഉടൽ ഭാഗത്ത് നമ്മുടെ ട്രങ്ക് ഏരിയ എന്ന് പറയുന്ന കഴുത്തിന് താഴെയും പിന്നെ നമ്മുടെ ഹിപ്പിന് മുകളിലുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന, പുറമേ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് മാത്രമാണ് ഇന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. അപ്പൊ അടുത്തതിൽ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കിപ്പോഴും ഊഹമില്ല. അപ്പൊ അത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് എഴുതി വെച്ച് പ്രോഡക്റ്റിനെ അറേഞ്ച് ചെയ്ത് എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ. അപ്പോ എന്തായാലും ഈ ഒരു അവസരത്തിൽ ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ജോയിന്റ് എഫേർട്ടാണ് ഇത് തീരുമാനിക്കാനുള്ള സമയങ്ങൾ. അതായത് ഒരു പാർട്ടിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് വരണം എന്നുള്ളത് തീരുമാനിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല. ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, പതുക്കെ ഇരുന്ന് എല്ലാം എഴുതിയെടുത്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം ഇല്ല. പാർട്ട് 1 ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ പാർട്ട് 2 പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടുന്ന് ഇന്നലെ തൃശ്ശൂര് പോകുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ ഫുൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ യാത്രകൾ പോലും ഇതിന് ആ സമയത്താണ് ഇതിന്റെ സെറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒന്ന് ഇരുന്ന് ചെയ്യാനുള്ള സമയം പോലും കിട്ടാറില്ല. അപ്പൊ എന്തായാലും വിട്ടുപോയിട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെഡ് ടു ടോ കമ്മിറ്റഡ് ടു ഗ്രോ. തല മുതൽ കാൽ വരെ നമ്മൾ വളരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രോഡക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങുക, യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോ ഇത് വളരാൻ വേണ്ടി ഇത് ഇത്രയെങ്കിലും ചെയ്യണം. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഗ്രോത്ത് സംഭവിക്കില്ല. ഗ്രോത്ത് സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിടത്ത് നിന്ന് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഒന്ന് കാല് പറിച്ചെടുത്ത് മുന്നേക്ക് വെക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടും. അത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, നല്ല പ്രോഡക്ട്സ് ആണ്. ഇത് സ്വയം ഉപയോഗിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ വന്ന് ചേർന്നവര് വിട്ടുപോകും, അതിൽ യാതൊരു സംശയവും. അപ്പോൾ ഫോളോ അപ്പ് അത്യാവശ്യമാണ്. നമ്മളെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഒരാള്
കാര്യങ്ങൾ പറഞ്ഞ് തന്ന് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുള്ളൂ, അതിലേക്ക് ഉറച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം. എന്ന് വരെ വേണമെന്ന് ചോദിച്ചാൽ എന്നും ജീവിതകാലം മുഴുവനും വേണ്ട. എന്ന് വരെ അവർ നമ്മുടെ റെഗുലർ യൂസേഴ്സ് ആവുന്നില്ല ആ സമയം വരെ നമുക്ക് വേണം. അവർ നമ്മുടെ റെഗുലർ യൂസർ ആയി അവർ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വാങ്ങും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ഇഷ്ടത്തോടെ വന്ന് അതിലേക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ അത്ര ഇതായിട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവർ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചോളും. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രൊഡക്ട്സും ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരിക്കലും വേണ്ട എന്നുള്ള തരത്തിലുള്ളത് അല്ല. കൺസ്യൂമബിൾ ആണ്. ഉപയോഗിച്ച് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. പിന്നെയും പുതിയത് വാങ്ങേണ്ടി വരും. അഫോർഡബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ പ്രോഡക്ട്സും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ന്യായമായ വിലയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഒരുപാട് വില കൂടുതലല്ല. വില കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ബോധ്യമാകും ഇത് അഫോർഡബിൾ ആണെന്ന് ഉള്ളത്. പിന്നെ റിപ്പീറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഏതൊരു സാധനവും. അതിന്റെ ഫ്രീക്വൻസി കുറച്ച് കൂടിയും കുറഞ്ഞു നിൽക്കുമെന്നേ ഉള്ളൂ. ഉപ്പ് ഇന്ന് മേടിച്ചാല് ഇനി കുറെ നാളത്തേക്ക് മേടിക്കേണ്ടെന്നല്ല. ഉപ്പ് എന്നും ഉപയോഗിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് വാങ്ങേണ്ടി വരും. അതേ സമയത്ത് ഒരു ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാൻ ആയിക്കോട്ടെ, ഒരു ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അതൊരു പക്ഷേ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യം വരുള്ളൂ. പക്ഷെ എന്നാലും അതും റിപ്പീറ്റബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് 6 ബേസിക്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നറിയാം. ഈ ഒരു കംപ്ലീറ്റ് സെഷൻസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും 6 ബേസിക്സ് നമ്മുടെ മനസ്സിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. പ്രോഡക്റ്റ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ, അതായത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഫുൾ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് അതായത് പ്രോസ്പെക്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാവോ. ഞാൻ മനസ്സിൽ അത് പറയുന്ന സമയത്ത് ഓടി വരുന്ന ഒരൊറ്റ കാര്യം, സ്ട്രേഞ്ചേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ ഇത് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും. അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരെ ഇൻവൈറ്റ് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് അവരെ ഈ ഒരു പ്രൊഡക്ട്സിനെ പറ്റി കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇനി ഈ കോണ്ടാക്ട് എത്ര നാൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമയം പരിധി പറയാൻ പറ്റില്ല. ഒരാഴ്ച കോണ്ടാക്ട് ചെയ്താൽ മതിയോ, ഒരു മാസം തുടർച്ചയായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, അതും പറയാൻ പറ്റുകയില്ല. 6 മാസം ചെയ്തിട്ട് വന്നവരുണ്ട്. 1 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ RCMലേക്ക് വന്ന കേസുണ്ട്. അതിലേറെ സമയം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നിട്ട് പിന്നെ വന്ന കേസും ഉണ്ട്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കി, നന്മ നിറഞ്ഞ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ ആൾക്കാരെ ഇവിടെ വരികയും നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അത് നമ്മൾ മനസ്സിലാകണം. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യുക, വലിയ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരെ ഇതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പ്ലാൻ പറഞ്ഞു കൊടുക്കുക, പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാനും പ്രോഡക്റ്റും എല്ലാം കുറെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒരു 48 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ഒരു ജോയിനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ജീവിതകാലം മുഴുവനും അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തോണ്ടേ ഇരിക്കുക എന്നുള്ള രീതി ശരിയാവില്ല. അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് അവരെ ഒരു ജോയിനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക. ജോയിനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരുമ്പം കണ്ണടച്ച് എല്ലാവരെയും കാണുന്നവരെ എല്ലാവരെയും പിടിച്ച് ജോയിൻ ചെയ്യണമെന്നല്ല. ഒരിക്കലും ഒരു കാരണവശാലും ഈ സിസ്റ്റത്തിന്റെ ഈ 6 ബേസിക് റൂൾസ് അല്ലാണ്ട് കുറച്ച് റൂൾസും കൂടെ ഉണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പം ഓൾറെഡി നമുക്ക് മെമ്പർഷിപ്പ് ആയിട്ട് ഉള്ള വ്യക്തികളെയാണെങ്കിൽ അവിടെ ഇവിടെയും പിടിച്ചെല്ലാം ചേർത്ത് വെക്കരുത്. അത് സിസ്റ്റത്തിന്റെ റൂൾസിന് എഗൻസ്റ്റ് ആണ്. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം അവരെ ഒരു ജോയിനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. മെയിൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്
കൊടുത്തേക്കുന്നത് 2026 സ്വാസ്ഥ്യ ക്രാന്തി വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം ഇതിലൂടെ വളരെ പോസിറ്റീവായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്തത് 2 ദിവസം നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 15, 16 പ്രോഗ്രാം നിങ്ങൾ കാണുകയാണെങ്കിൽ വിമൻസ് അക്കാഡമിയുടെ ഭാഗമായിട്ട് ബിൽവാഡയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എത്ര ഗംഭീര പ്രോഗ്രാമാണ്, എത്രയോ സ്ത്രീകൾ ഇവിടെ വന്ന് അതിന് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സെൽഫ് ഡിപ്പെൻഡൻസി, സ്വയം പര്യാപ്തത, അത് മാത്രമല്ല ടു ബിൽഡ് എ ന്യൂ ഇന്ത്യ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു പുതിയ ഭാരതത്തിന്റെ നിർമ്മാണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അതാണ് TCG, ഇതിന്റെ വിഷണറി ഫൗണ്ടർ ആയിട്ടുള്ള TCG ഉദ്ദേശിക്കുന്നത്. സാറിനെയും കുടുംബത്തെയും ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഒരു നന്മ ഇന്ത്യ ഒട്ടാകെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ ലീഡേഴ്സും, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. മൂർത്തി സാറിനെയും മൂർത്തി സാറിന്റെ വൈഫ്, അതുപോലെ തന്നെ എല്ലാവരെയും പേരെടുത്ത് ആരുടെയും പറയുന്നില്ല, എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരു എന്താ പറയാ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തോടെ നമുക്ക് ഈ ഒരു സെഷൻ ഇന്നത്തെ ദിവസം എടുക്കാൻ പോകുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് അറിയാം, ഇപ്പോ നമുക്ക് പറയാനുള്ളത് ഉടൽ ഭാഗമാണ്. നമ്മുടെ ബോഡി എന്ന് പറയാം. ബോഡി എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളും വരും. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിന് താഴെയുള്ള ഭാഗവും നമ്മുടെ ഹിപ്സിന്റെ മുകളിലുള്ള ഭാഗവും, അപ്പം ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത്. അപ്പൊ അവിടേക്ക് നമുക്ക് പുറമേ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏതൊക്കെ പ്രോഡക്ട്സ് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ. സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാണിച്ചേക്കുന്ന ഒരൊറ്റ സോപ്പാണെങ്കിൽ പോലും സോപ്പിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന സോപ്പ് സെലക്ട് ചെയ്തിട്ട് ആ സോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് എല്ലാ സോപ്പുകളും നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻസേഷൻ എല്ലാവർക്കും അറിയാം. സെൻസേഷൻ ചെറിയ വ്യത്യാസമേ ഉള്ളൂ മുരിങ്ങ സോപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. മുരിങ്ങ സോപ്പിനകത്ത് മുരിങ്ങ എക്സ്ട്രാക്ട് കൂടുതൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലിസറിൻ സോപ്പ് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക്, ഗ്ലിസറിൻ ഈ പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വന്ന ആൾക്കാർക്ക് അങ്ങനത്തെ സോപ്പ്, ട്രാൻസ്പെറൻറ്റ് സോപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പൊ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടും. സെലക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഡെറ്റ്മാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും കൈ കഴുകി ശുചിത്വം പാലിക്കണം എന്നുള്ള ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ ഉള്ള സ്മെല്ലാണ്. കംപ്ലീറ്റ് ബോഡി കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഡെറ്റ്മാക്സ്. നമ്മുടെ നൈസയുടെ സോപ്പ്, ലെമൺ ഗ്രാസും ലെമണും ചേർന്ന ഒരു സോപ്പ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡിന്റെ ആ ഒരു സെയിം ഇതിൽ ഉണ്ടാക്കിയ സോപ്പുകളാണ്. പിന്നെ വാട്ടർമെലനും മിന്റും എല്ലാവർക്കും അറിയാം. വാട്ടർമെലൻ മിന്റ് ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. കുളിച്ചിട്ടിറങ്ങിയ ബോഡിയിൽ നല്ലൊരു തണുപ്പ് ഫീലിംഗ് വരും. ഈ എന്താ പറയാ, ഗ്യാസ് മുട്ടയൊക്കെ വായിലിട്ടിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ് വായിൽ വരികയില്ലേ, അതുപോലൊരു ഫീലിംഗ് ആണ് വാട്ടർമെലൻ മിന്റ് സോപ്പ്. ചൂടുകാലത്ത് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നമുക്കുള്ളതാണ് ഏനായുടെ ജാസ്മിൻ. ആ ഒരു നല്ല സ്ട്രോങ് സ്മെൽ വേണമെന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഏനായുടെ ഫ്ലോറൽ സോപ്പ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നീമിന്റെ ആര്യവേപ്പ്, ഇത് ദേഹത്ത് ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ സോപ്പ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. സോപ്പിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും ഇത് കൂടാതെ ഇനിയും ഹൽദി ചന്ദൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ജസ്റ്റ് സോപ്പ് ഒരു വെറൈറ്റീസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് വന്നത്. അപ്പം നമുക്ക് ഇനിയും സോപ്പായിട്ട് ഉപയോഗിക്കേണ്ട ബോഡി വാഷ്, നമുക്ക് യാത്രകളിൽ നല്ലത് ബോഡി വാഷാണ്. അപ്പോ സോപ്പ് ക്യാരി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോ അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ബോഡി വാഷ്
നമുക്ക് ബോഡി വാഷ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉണ്ട്. ബോഡി വാഷ് ബോഡി ക്ലീൻ ആക്കി, അതായത് സോപ്പും ബോഡി വാഷും ഒക്കെ ഇട്ട് ദേഹം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആണ് ബോഡി ലോഷൻ. ഇനി ബോഡി ലോഷൻ എന്തിനു ഉപയോഗിക്കണം? നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ കുളിക്കുന്നതിന് മുമ്പ് ദേഹത്തൊക്കെ എണ്ണ തേച്ച് നന്നായിട്ട് എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച്, നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കോശങ്ങളുടെ ഡ്രൈനെസ് കൂടും. ഡ്രൈനെസ് അതായത് ഈർപ്പം നിലനിൽക്കുകയില്ല, ചുളിവുകൾ വരും. അത് കോശങ്ങളൊക്കെ ഡീഹൈഡ്രേറ്റഡ് ആകുന്ന സമയത്താണ് ഈ ചുളിവുകളൊക്കെ വരുന്നത്. അതുവരെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. അപ്പം നമുക്കൊരു എന്താ പറയാ, ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടി വാടിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തം അതിന്റെ ഇലയൊക്കെ ഒരു തളർന്ന ഒരു രീതിയിലേക്ക് വരും. നന്നായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് നല്ല ഫ്രഷ്നെസ്സിനോട് കൂടി വരുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ നമ്മുടെ സ്കിന്നില് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കുറെ കഴിയുമ്പോൾ ഡ്രൈനെസ്സും വന്ന് ചുളിവുകളും ഒക്കെ വീണ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു പണ്ടുള്ള ആൾക്കാർ പണ്ട് കാലം തൊട്ട് നന്നായിട്ട് എണ്ണ കുഴമ്പും ഒക്കെ തേച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. അതേ സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാം തിരക്കേറിയ ജീവിതം, ഓട്ടമാണ്. അപ്പൊ ഈ ബോഡി വാഷ്, നമുക്ക് ബോഡി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം. അപ്പം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് 2 ബോഡി ലോഷൻസ് നമുക്കുണ്ട്. ഒന്ന് മുരിങ്ങയുടെ ബോഡി ലോഷൻ ഉണ്ട്, ഒന്ന് നൈസയുടെ ബോഡി ലോഷൻ ഉണ്ട്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ബോഡി വാഷ് ബോഡി ലോഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, കുളിച്ച് നമ്മുടെ ബോഡി ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ബോഡിയിലേക്ക് ഉപയോഗിക്കാൻ വരുന്ന പ്രോഡക്റ്റ്, ഇതിപ്പോ ഈ കാറ്റഗറിയിൽ വരുന്ന സാധനം എല്ലാവർക്കും യൂസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം സാനിറ്ററി പാഡുകൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എല്ലാ വീടുകളിലും സ്ത്രീകൾ ഉണ്ടാവും, പെൺകുട്ടികൾ. അപ്പം അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 100% സുരക്ഷിതമായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ആണ്. 100% കോട്ടൺ ആണ്. അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി താഴെ കാണുന്ന 2 പ്രോഡക്ട്സ് വീണ്ടും എല്ലാവർക്കും വേണ്ട പ്രോഡക്റ്റ് തന്നെയാണ്. മുകളിലത്തെ പ്രോഡക്ട്സ് എല്ലാവരും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും താഴെ പറയുന്ന 2 പ്രോഡക്ട്സ്, കീസോളിന്റെ മെൻസ് ഇന്റിമേറ്റ് വാഷും വിമൻസ് ഇന്റിമേറ്റ് വാഷും, ഇത് ഏതൊരു വീട്ടിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ശുചിത്വമാണ്. ഒരു തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പോലും ശുചിത്വത്തിന് ഏറ്റവും കൂടുതൽ, അതായത് എല്ലാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് ഇപ്പം ജനറൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ബോഡി ശുചിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ്. അങ്ങനെ വരുന്നതാണ് ഈ പറയുന്ന, ഇതിനകത്ത് ആകെ കൂടെ ഇത്രയും ഞാൻ പറഞ്ഞു വന്നതിൽ എല്ലാവരും യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാനിറ്ററി നാപ്കിൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം ഉപയോഗിക്കണം. മെൻസ് ഇന്റിമേറ്റ് വാഷ് പുരുഷന്മാർക്ക് ഉപയോഗിക്കേണ്ടതാണ്, അണ്ടർ ആംസിലും ഇന്റിമേറ്റ് ഏരിയസിലും യൂസ് ചെയ്യുന്നതാണ്. വിമൻസ് ഇന്റിമേറ്റ് വാഷും സെയിം അതേപോലെ തന്നെ. അപ്പം അത് സോപ്പിന്റെ pH-ൽ നിന്ന് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് സോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും പലരും പറയാറുണ്ട് സോപ്പ് pH കൂടുതലായതുകൊണ്ടാണ്. ബോഡിയിൽ പോലും അവർക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, ചൊറിച്ചിൽ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അവർക്ക് പോലും ഇന്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് ദേഹത്ത് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വരാറില്ല. എന്നുവെച്ചാൽ ഇതിന്റെ pH അതേപോലെ 3.5 4.5 അല്ലെങ്കിൽ 4.5 5.5 കിടക്കുന്ന pH ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ഈ പുറമെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹാൻഡ് വാഷിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. കൈ കഴുകണം, കൈ ശുചിയാക്കി വെക്കണം, എവിടെ പോയിച്ച് വന്നാലും കൈ കഴുകണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു. പക്ഷെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും
നമ്മൾ എന്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യാത്രാ വേളകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് ഇത് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറ്റുന്ന ഒരു അവസ്ഥയല്ല. എന്നാൽ പോലും യാത്ര ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊരു സാധനം നമ്മൾ അടുക്കളയിൽ ചെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എവിടെ യാത്ര ചെയ്ത് പോയിട്ട് വന്നു കഴിഞ്ഞാലും കൈ കഴുകുന്നത് അതൊരു നല്ല ശീലമാണ്. നമ്മൾ എവിടേക്കോ എത്രയോ സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടാവും. പല രോഗവും രോഗാവസ്ഥകളും ഉള്ളവരുടെ കൈകളിൽ ഉള്ള നമുക്കറിയാം യാത്ര സമയത്ത് തുമ്മല് ജലദോഷം ഒക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇത് പെട്ടെന്ന് പകർന്നു കിട്ടുന്നതാണ്, വൈറലായിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് തന്നെ നമുക്ക് പല സ്മെല്ലും ഫ്ലേവേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ റീഫിൽ പാക്ക് വലുതായിട്ടുള്ളത് കൊണ്ട് ഡെറ്റ്മാക്സ് ഉണ്ട്, ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ല് വരുന്നതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഹാൻഡ് വാഷിന്റെ റീഫിൽ പാക്കും ഉണ്ട്. ജസ്റ്റ് അത് വേറൊരു ലാസ്റ്റ് ഇരിക്കുന്നത് എത്ര പേര് അത് വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത് ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇത് ഉപയോഗിച്ച് വലിയ പാക്കറ്റ് കിട്ടും. എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് റീഫിൽ പാക്കും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ തന്നെ ഇനിയും ഇതും എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും നെയിൽ പെയിന്റ്സ് യൂസ് ചെയ്യും സ്ത്രീകൾ. അപ്പോൾ നെയിൽ പെയിന്റ്സ് സുരക്ഷിതമായിട്ടുള്ള നെയിൽ പെയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ്ട് 9 കെമിക്കൽ ഫ്രീ ഫോർമുല ഉണ്ട്, 14 കെമിക്കൽ ഹാംഫുൾ കെമിക്കൽ ഫ്രീ എന്ന് മാത്രം പറയരുതെന്നാണ്. കെമിക്കൽ ഫ്രീ പറയാൻ പാടില്ല എന്ന് വെച്ചാൽ കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വരും പല കാര്യങ്ങളിലും. ഇനി കെമിക്കൽ ആണെങ്കിൽ പോലും ഹാംഫുൾ കെമിക്കൽ ഫ്രീ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം 9 ഹാംഫുൾ കെമിക്കൽ ഫ്രീ ഉണ്ട്, 21 ഉണ്ട്, 14 കെമിക്കൽ ഫ്രീ ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നെയിൽ പെയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊന്നും അല്ല കളേഴ്സിന്റെ റേഞ്ച്, ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെയാണ് കളർ ഉള്ളത്. ഒരുപാട് വെറൈറ്റി നെയിൽ പെയിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എല്ലാ ഷെയ്ഡ്സും ഇപ്പോഴത്തെ ഓരോ ട്രെൻഡ് അനുസരിച്ചുള്ള ഷെയ്ഡുകളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടു ആ കളർ ഇഷ്ടപ്പെട്ടില്ല, ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള നെയിൽ പെയിന്റ് റിമൂവർ വൈപ്സ് ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് 32 പീസ് ഉണ്ട്, 32 പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. അതായത് ആൽക്കഹോൾ ഇല്ല, അതതിന്റെ പ്രത്യേകതയാണ്. ആൽക്കഹോൾ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ നെയിൽ പെയിന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കയ്യിൽ വിരല് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ഇ കൊണ്ട് നറിഷ് ചെയ്തിട്ടുള്ള ഒരു വൈപ്സ് ആണ്. ഒരു ചെറിയ വട്ടമേ ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതുകൊണ്ട് നെയിൽ ഒരു നഖത്തിലെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഒരിക്കലും അല്ല. അത് വെച്ച് കാലിന്റെ എല്ലാ നഖത്തിലെയും ഒറ്റ വൈപ്സ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആകും. കൈയുടെ വിരലാണെങ്കിൽ ആ ഒരൊറ്റ വൈപ്സ് മതി എല്ലാ നഖത്തിൽ നിന്നും അത് നെയിൽ പെയിന്റ് റിമൂവ് ചെയ്യാൻ. ഇനി അടുത്തത് നമുക്ക് പുറമെ ഉപയോഗിക്കാൻ, നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കീസോളിന്റെ ഇൻഫിനിറ്റി പെർഫ്യൂം. കീസോളിന്റെ പെർഫ്യൂം ഉണ്ട്. അതല്ലാതെ ക്രിസ്പ് നമുക്ക് ആർസിമില് കിട്ടും. ഇത് ആർസിമിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ക്രിസ്പ് പെർഫ്യൂം. ഏതാണോ നമുക്ക് പ്ലീസിങ്, അതിനകത്തൊന്നും ഇന്നതാണ് നല്ലതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടം ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും സെലക്ഷൻസ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒരു ബോക്സിനകത്ത് ഇൻഫിനിറ്റിയുടെ 4 സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അതില് ചില ആൾക്കാർക്ക് 2 ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് 1 ഇഷ്ടപ്പെടുള്ളൂ, ചിലർക്ക് എല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അതുപോലെ ഈ കാറ്റഗറിയിലൊക്കെ നമുക്ക് വെറൈറ്റീസ് ഒരുപാട് വേണം. നെയിൽ പെയിന്റ്സ് ആയിക്കോട്ടെ, പെർഫ്യൂംസ് ആയിക്കോട്ടെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം. ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടത്തിന് വേണ്ട രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക്
നമ്മുടെ ബോഡി കവർ ചെയ്യാൻ, അത് നമുക്ക് ഒരു ഭാഗം മാത്രമായിട്ടല്ല, നമ്മൾ കംപ്ലീറ്റ് ബോഡി കവർ ചെയ്യും. ഓഥൻസായുടെ ഒരു വൈഡ് വെറൈറ്റീസ് ഉണ്ട്. തുടക്കത്തിൽ വളരെ കുറച്ച് സാരികളൊക്കെയാണ് വന്നത്. ഇപ്പം കോട്ടൺ സാരീസ് ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, പലതരത്തിലുള്ള പല വെറൈറ്റി സാരികളുണ്ട്. സാരീസ് നല്ല എന്താ പറയാ, നമുക്ക് ആദ്യമൊക്കെ ഒരു ചെറിയ റേഞ്ച് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഒരു വൈഡ് റേഞ്ച് തന്നെ നമുക്ക് സാരികളുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഷോപ്പിൽ ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്താൽ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. ഇത് കേസോക്കാർക്കോ ഷോപ്പുകാർക്കോ വേണ്ടി മാത്രമുള്ള സംഭവമല്ല. നമുക്ക് നമ്മുടെ പേഴ്സണൽ ID വെച്ച് ലോഗിൻ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാം. ഞാൻ എന്താ പറയാ, നമ്മൾക്കറിയാം നമ്മുടെ നാട്ടില് ഈ പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത്, അത് തണുപ്പ് സമയമാണെങ്കിൽ ആൾക്കാര് ഒരുപാട് വൂളൻ ക്ലോത്ത്സ് വാങ്ങും. അപ്പോൾ ശരിക്കും തണുപ്പ് സമയത്ത് നമുക്ക് നോർത്ത് സൈഡിലേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചൂട് കിട്ടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങണം. ആ വസ്ത്രങ്ങൾ വാങ്ങാൻ ഞാൻ ആദ്യം ഇത് വാങ്ങിയ സമയത്ത് നമുക്കറിയാം, ഓൺലൈൻ ഓർഡർ ഇട്ട് ഞാൻ തെർമൽസ് ഒക്കെ വാങ്ങി. അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഏത് പലതരത്തിലുള്ള ഷർട്ട്, പാൻസ്, ജീൻസ്, ഇനിയും അതല്ല ക്ലോത്തിങ്ങിന്റെ സെപ്പറേറ്റ് ആയിട്ട് തുണി വേണമെങ്കിൽ ഷർട്ടിങ്ങും സൂട്ടിങ്ങിന്റെയും അങ്ങനെയുള്ളതും ഉണ്ട്. ഷർട്ടും പാൻറ് പീസായിട്ട് കിട്ടുന്നതുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാം, ഇതിനകത്ത് ക്വാളിറ്റിയിൽ ഒരു പ്രത്യേകിച്ച് അതായത് ക്ലോത്ത് മെറ്റീരിയൽസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ, നമ്മുടെ കമ്പനി ഫാഷൻ സൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മദർ കമ്പനി. അപ്പൊ നമുക്കറിയാം ഈ ഡ്രസ് മെറ്റീരിയൽ ഇതിൽ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അത് പരിഹരിച്ച് അതിനെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ RCM ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പരിഗണന കൊടുത്ത് അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കമ്പനി. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞാലും മുതിർന്നവർക്കുള്ളത് മാത്രമല്ല, കൊച്ചു കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഡ്രസ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. കിഡ്സിന് വേണ്ട സാധനങ്ങളും ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ നമുക്ക് ശ്രീലക്ഷ്മി, നമുക്ക് ഈയിടെ എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ കാണുന്നുണ്ടാവും. അനിൽ സാറും സിന്ധു മാഡവും സ്റ്റാർട്ട് ചെയ്ത ഡ്രസ് വേൾഡ് ക്ഷണിച്ചിരുന്നു. പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. രണ്ട് തവണ വിളിച്ചിരുന്നു. അപ്പോൾ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അവിടെ ഒരു വൈഡ് റേഞ്ച് ആണ് അവിടെ ഉള്ളത്. അതേ സമയത്ത് ചെറിയ റേഞ്ചിൽ എന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് പ്രോഡക്റ്റ് വെക്കുന്ന നമുക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള കട നമുക്ക് കറുകച്ചാലിലുണ്ട്, പ്രാണ. അപ്പൊ അവിടെ മറ്റുള്ള ഷോപ്പുകളിൽ ഇപ്പം ഡ്രസ്സിന്റെ കാര്യത്തിൽ വരുമ്പം എല്ലാവരും ആ റിസ്ക് എടുക്കാത്തതിന്റെ കാര്യം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരു ഡ്രസ്സ് എടുക്കുക. അപ്പം ഒരു വലിയ റേഞ്ച്, ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂര് നമുക്ക് സുലഭില് ഞാൻ പോയിട്ടുണ്ട്. സുലഭിലുണ്ട്, ഇങ്ങനെ തിരുവനന്തപുരത്തും ഉണ്ട്. ഇനി നമുക്ക് ഏറ്റവും പെട്ടെന്ന് റീച്ച് ചെയ്ത് ഒന്ന് വാങ്ങി നോക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് പ്രാണ. പ്രാണയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ, ഞാൻ ഇവിടുന്ന് ഒരുപാട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറും നമ്മുടെ സൈസും ഒക്കെ നോക്കിയിട്ട് ആ ലിമിറ്റഡ് സ്പേസിൽ തന്നെ നല്ല രീതിയിൽ പ്രോഡക്ട്സ് വെച്ച് റൺ ചെയ്യുന്ന ഒരു ഷോപ്പാണ് പ്രാണ RCM വണ്ടർവേൾഡ് ക്യൂക്ക്. അപ്പോൾ അവിടെ ഒന്ന് പോവുകയാണെങ്കിൽ, പിന്നെ മറ്റ് ഷോപ്പുകളിൽ പല ഷോപ്പുകളിലും ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് പീസുകൾ വെച്ചിട്ട് അവിടെ ചിലപ്പം എല്ലാവർക്കും ഉള്ള സെലക്ഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പൊ മറ്റു ഷോപ്പുകളിലും പലയിടത്തും ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കളറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഷോപ്പ് ഡിപ്പോയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് തരും. അപ്പം
ഇവിടെ ഞാൻ ഇവിടുത്തെ മേഖല പറഞ്ഞത് ഈ ഒരു മേഖലയിൽപ്പെട്ട ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പുകൾ ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസുകളുണ്ട്, കുർത്തീസ് ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, പലാസോ ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ തെർമൽസ് ഉണ്ട്, പുരുഷന്മാർക്ക് വേണ്ട ടീഷർട്ടുകൾ, ഇതെല്ലാം അവൈലബിൾ ആണ്. ഇന്നലെ ഞാൻ എവിടെ ഒരു ഞാൻ തൃശ്ശൂർ സെഷൻ എടുത്ത സമയത്ത് ഇങ്ങനെ പ്രോഡക്ട്സ് പറഞ്ഞു പോയ സമയത്ത്, ഡ്രസ് മെറ്റീരിയലിന്റെ അല്ല, കീസോളിന്റെ പ്രോഡക്ട്സ് പറഞ്ഞു പോയ സമയത്ത് ഒരു സാറ് പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കീസോളിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയധികം പ്രോഡക്റ്റുകൾ നമുക്കുണ്ടെന്നുള്ളത്. അപ്പം കുർത്തീസൊക്കെ ആണെങ്കിൽ കുർത്തീസ്, സാരി ബ്ലൗസ്, ഇതൊക്കെ പെട്ടെന്ന് ഒരു ബ്ലൗസ് എടുത്ത് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അണ്ടർ ഗാർമെന്റ്സ് നമുക്കറിയാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ള അണ്ടർ ഗാർമെന്റ്സ് നമുക്കുണ്ട്. കീസോളില് ലേഡീസിനുള്ള ലോഞ്ചറി എന്ന് പറയുമ്പം അണ്ടർ ഗാർമെന്റ്സ് ഉണ്ട്. പുരുഷന്മാർക്കുള്ള പല വെറൈറ്റി അണ്ടർ ഗാർമെന്റ്സ് നമുക്കുണ്ട്. അതായത് ബ്രീഫ് ഉണ്ട്, ട്രങ്ക് ഉണ്ട്, മിനി ട്രങ്ക് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഏത് വെറൈറ്റിയാണോ, ട്രങ്കും മിനി ട്രങ്കും തമ്മിൽ വ്യത്യാസം മറ്റൊന്നുമല്ല. ട്രങ്ക് കുറച്ച് ഇറങ്ങിക്കിടക്കും, മിനി ട്രങ്ക് കുറച്ച് കയറിക്കിടക്കുന്ന ടൈപ്പാണ്. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടം, ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഈ നൂല് പണ്ടൊക്കെ ഇലാസ്റ്റിക് ഉള്ള ഭാഗത്തുനിന്ന് ആ നൂലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഊരി പോരുന്ന ടൈപ്പ് മാർക്കറ്റിലൊക്കെ കുറെ ഉണ്ട്. അതുകൊണ്ട് ഇലാസ്റ്റിക് കാണുമ്പോഴേ എനിക്ക് പണ്ട് പേടിയായിരുന്നു. ഇത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ 2 അലക്ക് കഴിയുമ്പോൾ ഒരു നൂല് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ നൂല് നമ്മൾ പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ അഴിഞ്ഞ് പോരും. അത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇതിനകത്തുണ്ടാവില്ല. അപ്പൊ ആ തരത്തിലുള്ള അണ്ടർ ഗാർമെന്റ്സ് നമുക്കുണ്ട്. ഇനിയും ലോഞ്ചറി എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ബ്രാസ്, പല വെറൈറ്റി ബ്രാകളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് സെഷൻസ് എടുത്ത് ക്ലിയർ ആക്കി, ഏത് വെറൈറ്റി, ഏത് ഡ്രസ്സിന്റെ കൂടെ, ഏത് പ്രായത്തില്, ഏത് ബോഡി ഷേപ്പ്, ബോഡിയുടെ സൈസും ഷേപ്പും അനുസരിച്ച് ലോഞ്ചറി എങ്ങനെ മാറ്റി ഉപയോഗിക്കണം, അതുവരെ നമ്മൾ ഇത് ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, ഇത് ഇന്ന ആൾക്കാരാണ് ഈ ബ്രാ വാങ്ങേണ്ടതെന്ന് എവിടെയും പറഞ്ഞു തരുന്നുണ്ടെന്ന് എവിടെയും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രാകളുണ്ട്. ഓരോ സ്പെഷ്യൽ ഒക്കേഷൻ, സ്പെഷ്യൽ ഡ്രസ്സിന്റെ കൂടെ ഇടാൻ പാകത്തിന്, ടീഷർട്ടിന്റെ കൂടെ, സാരിയുടെ കൂടെ, സാരി ബ്ലൗസ് ഉപയോഗിക്കുമ്പോൾ കുർത്തിയുടെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ ഏതൊക്കെ വെറൈറ്റീസ് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് പറയുകയാണെങ്കിൽ ബ്രീഫും ട്രങ്കിന്റെയും കാര്യം പറഞ്ഞു, വെസ്റ്റ്, ഇത് 2 തരത്തിലുള്ളത് അവൈലബിൾ ആണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരു പുതിയ ക്വാളിറ്റിയുടെ ഒരു വന്നിട്ടുണ്ട്. അത് ഈ സെൽഫ് ഡിസൈൻ പോലെ, അതിൽ വര പോലെ ഉണ്ട്, നല്ല സൂപ്പർ മെറ്റീരിയലാണ് അത്. അങ്ങനത്തെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിപ്പോ ചില ഷോപ്പുകളിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് ഇപ്പം അത് ഏതെങ്കിലും ഷോപ്പിൽ കണ്ടാലും ഞാൻ ഉറപ്പായിട്ടും അത് വാങ്ങാറുണ്ട്. ഇന്നലെയും 2 അത് അവിടെ ആ ഷോപ്പില് നമുക്ക് പറ്റിയ സൈസ് 2 ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തുകൊണ്ട് പോന്നു. അപ്പം 2 രീതിയിലുള്ളത് വരാറുണ്ട്. അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്നത്തേല് ലൈൻസ് പോലെ സെൽഫ് ഡിസൈൻ ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം പുരുഷന്മാർക്കുള്ള വെസ്റ്റും ബ്രീഫും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ്. ഇത്ര എടുക്കാനുള്ള സമയമേ ഉള്ളൂ. ഇത് ഇനി അടുത്തതിലേക്ക് കടന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക. ഉപയോഗിച്ച് ചിലപ്പോ ഇന്ന് കണ്ടപ്പോഴായിരിക്കും ഓർക്കും, അയ്യോ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം പലരും ചിന്തിച്ചു കാണും, പുരുഷന്മാരുടെ വെസ്റ്റിനകത്ത് അത് ഏതാണ് അങ്ങനത്തെ ആ ഒരു ബനിയൻ പോലത്തെ സാധനം, അതിനും വ്യത്യാസമുണ്ട് കേട്ടോ. കൈ ഉള്ളത് ഉണ്ട്, കൈ ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ ഇതൊരു പുതിയ വെറൈറ്റി ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനത് ഒരെണ്ണം ജസ്റ്റ് വാങ്ങി നോക്കി, ഇഷ്ടപ്പെട്ടു. ഇവിടെ മോനും വാങ്ങി, ഹസ്ബൻഡിനും വാങ്ങി. അപ്പൊ ഇതുപോലെ
ഒരുപാട് വെറൈറ്റി സാധനമുണ്ട്. അപ്പൊ ഏതെങ്കിലും സാധനം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ചെന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പോകുന്ന സമയത്ത് അതിന്റെ സ്റ്റോക്ക് കൊണ്ടുവരികയും വെക്കുകയും ചെയ്യും. ഡിമാൻഡ് ഉള്ളിടത്തെ വെറൈറ്റീസ് വരികയുള്ളൂ. അത് ഡിമാൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ആവശ്യപ്പെടുമ്പം സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഷോപ്പിലേക്ക് വെക്കും. നമ്മൾ ചോദിക്കുന്നില്ല എങ്കിൽ ആ സാധനം അധികം മൂവ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും വെറൈറ്റീസ് പറഞ്ഞു തരുന്നതിന്റെ കാരണം ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സെഷനിൽ മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്, എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു വരുന്നതിന് പകരം ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞാലാണ് ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അപ്പൊ ഇന്ന് പറഞ്ഞ എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം നമ്മുടെ മനസ്സിൽ ഇന്നത്തെ സെഷൻ കഴിയുമ്പം നിൽക്കണം. ഇന്ന സാധനങ്ങളാണ് പറഞ്ഞത്, അപ്പൊ ഇന്ന വെറൈറ്റി സാധനങ്ങൾ നമുക്ക് തപ്പി എടുക്കാം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷനിൽ ഇത്രയും പറയാനുള്ള ഒരു സമയമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഇന്നിവിടെ ഇത് നിർത്തിയത്. ഉടൽ ഭാഗം തീർന്നിട്ടില്ല, ഇത് കണ്ടിന്യൂ ചെയ്യും. അത് എത്ര സമയം കണ്ടിന്യൂ ചെയ്യുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പ്രോഡക്ട്സ് അറേഞ്ച് ചെയ്ത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എത്ര സമയം അത് പോകുമെന്ന്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷനിൽ പുതിയ ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നല്ലത് എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ, ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും ബിസിനസ്സാണ്. എന്ത് കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലും എല്ലാം ബിസിനസ്സാണ്. അപ്പൊ പിന്നെ എല്ലാവരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നതിന് ഒരു മടിയും നാണക്കേടും വേണ്ട. അപ്പൊ തീർച്ചയായിട്ടും ഈ സെഷനുകൾ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം നടത്തുന്നതാണ്. അതുകൊണ്ടാണ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. എന്തായാലും ഇന്നത്തെ സെഷൻ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ